ടൈംസ് ടിവി ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിബി വർഗീസ്. ആദ്യം പ്രധാന വാർത്തകൾ. മലപ്പുറം സർവീസ് സഹകരണ ബാങ്ക് എരപ്പാങ്കുഴി ശാഖ പ്രവർത്തനം ആരംഭിച്ചു. ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് മൂവാറ്റുപുഴ ജില്ലാ അസോസിയേഷന്റെ ജില്ലാ റാലി മന്ത്രി അനൂപ് ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. കളമ്പൂരിലെ കുഴിമണൽ ഖനനത്തിനെതിരെ CPIM പിറവം ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് ബഹുജന മാർച്ച് സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. മുളക്കുളം സർവീസ് സഹകരണ ബാങ്ക് എരപ്പാങ്കുഴി ശാഖ പ്രവർത്തനം ആരംഭിച്ചു. മുളക്കുളം സർവീസ് സഹകരണ ബാങ്കിന്റെ രണ്ടാമത് ശാഖയാണ് എരപ്പാങ്കുഴിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. മന്ത്രി അനൂപ് ജേക്കബ് ഉദ്ഘാടനം നിർവഹിച്ചു. മുൻ MLA MJ ജേക്കബ് ആദ്യ നിക്ഷേപം സ്വീകരിച്ചു. പ്രസിഡന്റ് KR നാരായണൻ നമ്പൂതിരി അധ്യക്ഷനായിരുന്നു. സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ NP പൗലോസ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഐഷ മാധവൻ എന്നിവർ മുൻ പ്രസിഡന്റുമാരെയും, പിറവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാബു K ജേക്കബ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജൂലി സാബു എന്നിവർ ആദ്യകാല മെമ്പർമാരെയും ആദരിച്ചു. വൈസ് പ്രസിഡന്റ് ഉപേന്ദ്രദാസ് മോഹൻ, സെക്രട്ടറി ബേബി മാത്യു, എറണാകുളം ജോയിന്റ് രജിസ്ട്രാർ S ലതികാദേവി, മൂവാറ്റുപുഴ അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ R വിജയ് പ്രദീപ്, മൂവാറ്റുപുഴ അസിസ്റ്റന്റ് ഡയറക്ടർ ഓഡിറ്റ് സുരേഷ് മാധവൻ, ഇലഞ്ഞി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഗ്രേസി മാത്യു, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP സലീം, അഡ്വക്കേറ്റ് KN ചന്ദ്രശേഖരൻ, ജോർജ് നാരേക്കാട്ട്, മോളി പീറ്റർ, ജെസി റോയ്, ES ജോൺ, ജോണി അരീക്കാട്ടിൽ, ജേക്കബ് KM, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. ഞാൻ സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ, സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് നെല്ല് സംഭരണത്തിന്റെ തുക വളരെ കാര്യപ്രാപ്തിയോടെ ഈ സീസണിൽ കൊടുത്തു തീർക്കുവാൻ കഴിഞ്ഞു. അത് ഏറ്റവും കൂടുതൽ അങ്ങനെ കൊടുക്കുവാൻ കഴിഞ്ഞ സഹകരണ പ്രസ്ഥാനങ്ങൾ വളരെ ശക്തമായി നിൽക്കുന്ന മലബാർ മേഖലകളിലേക്കാണ്. പാലക്കാട്, അതുപോലെ തൃശ്ശൂരിന് അവിടെ നിന്ന് വടക്കോട്ട് മലബാർ മേഖലകൾ പാലക്കാടൊക്കെയാണ്. അവിടെ കർഷകർക്ക് അപ്പോൾ തന്നെ അവർക്ക് തുക ബന്ധപ്പെട്ട സഹകരണ ബാങ്കുകളിൽ നിന്ന് ലഭ്യമാക്കാനുള്ള സാഹചര്യങ്ങൾ അവിടെ ഒരുക്കുവാൻ കഴിഞ്ഞു. ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് മൂവാറ്റുപുഴ ജില്ലാ അസോസിയേഷന്റെ ജില്ലാ റാലി മന്ത്രി അനൂപ് ജേക്കബ് പിറവത്ത് ഉദ്ഘാടനം ചെയ്തു. പിറവം MKM ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാബു K ജേക്കബ് അധ്യക്ഷനായിരുന്നു. അഡ്വഞ്ചർ അവാർഡ് ആക്ടിവിറ്റീസ് ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഐഷ മാധവൻ നിർവഹിച്ചു. ജില്ലാ സെക്രട്ടറി ജോഷി K പോൾ, ഡിസ്ട്രിക്ട് ട്രെയിനിംഗ് കമ്മീഷണർ PT വർക്കി, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസഫ് ബാബു, പിറവം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അന്നമ്മ ഡോമി, BS&G സ്റ്റേറ്റ് സെക്രട്ടറി സക്കീർ ഹുസൈൻ PT, മൂവാറ്റുപുഴ DO CA സന്തോഷ്, ഫാദർ ജോർജ് വടക്കേൽ, പിറവം വലിയ പള്ളി വികാരി ഫാദർ സൈമൺ ചെള്ളിക്കാട്ടിൽ കോർപ്പിസ്കോപ്പ, ട്രസ്റ്റി മത്തായി മണപ്പാട്ട്, DT റാലി കോർഡിനേറ്റർ KV കുര്യാക്കോസ് എന്നിവർ സംസാരിച്ചു. എല്ലാ അർത്ഥത്തിലും സാമൂഹിക പ്രതിബദ്ധത വിളിച്ചറിയിക്കുന്ന ഒരു വിഭാഗമാണ്. ഒരുപാട് ലക്ഷ്യങ്ങളെ മുൻനിർത്തി, ഒരുപാട് ലക്ഷ്യങ്ങൾ ജീവിതത്തിൽ വ്യക്തമായ ലക്ഷ്യത്തെ മുൻനിർത്തി മുമ്പോട്ട് കൊണ്ടുപോകാൻ തീർച്ചയായിട്ടും വിദ്യാർത്ഥികളെ വാർത്തെടുക്കുന്ന ഒരു വലിയ പങ്ക് സ്കൗട്ട്സ് ഇന്ന് നിർവഹിക്കുന്നു. കഴിഞ്ഞ ദശാബ്ദങ്ങളുടെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് മേഖലകളിൽ സ്കൗട്ട്സിന്റെ പ്രവർത്തനങ്ങൾ പലതരത്തിൽ വ്യാപിച്ചു കിടക്കുന്നു. പല നിർണായകമായ സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും മുമ്പോട്ട് കടന്നു വരുവാനും പലപ്പോഴും പല എമർജൻസി സിറ്റുവേഷൻസിൽ ശക്തമായ ഇടപെടൽ നടത്തുവാനും ഒക്കെ സ്കൗട്ട്സ് വിഭാഗങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ റിപ്പോർട്ട് വായിച്ചപ്പോൾ ശ്രീ ജോഷി സാർ റിപ്പോർട്ട് വായിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് 1600ഓളം ഗൈഡ്സ് ഉണ്ട്. സ്കൗട്ടിന്റെ അങ്ങനെയുള്ള ആത്മജീവിതം കുറവാണെന്നുള്ളതാണ്. അപ്പോൾ പുരുഷ മേധാവിത്വം കുറവാണ്. അടുത്ത വർഷം നമുക്ക് അത് ശക്തമാക്കാൻ നമുക്ക് മുന്നോട്ട് പോകണം. ഗൈഡ്സിനൊപ്പം തന്നെ നമുക്ക് സ്കൗട്ട് ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഈ ക്യാമ്പ് വളരെ ആസ്വദിക്കാൻ കഴിയുന്ന, പഠിക്കാൻ കഴിയുന്ന ഒരു ക്യാമ്പായി മാറട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഞാൻ നടത്തുന്നു. ഡീസൽ വില നിയന്ത്രണം എടുത്തു കളയുവാനുള്ള കേന്ദ്ര തീരുമാനത്തിൽ പ്രതിഷേധിച്ച് വൈക്കത്ത് CITUവിൻ്റെ നേതൃത്വത്തിൽ പ്രകടനം സംഘടിപ്പിച്ചു. ഡീസൽ വില നിയന്ത്രണം സർക്കാർ ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രകടനം. വിലക്കയറ്റത്തിൽ നട്ടം തിരിയുന്ന തരത്തിലുള്ള നടപടിയാണ് മൻമോഹൻ സിംഗ് ഗവൺമെൻറ് സ്വീകരിക്കുന്നതെന്ന് CPIM മുൻ ഏരിയ സെക്രട്ടറി K കുഞ്ഞപ്പൻ പറഞ്ഞു. വൈക്കം ബോട്ടിച്ചാട്ടി മൈതാനിയിൽ നടന്ന യോഗത്തിൽ നേതാക്കളായ KP സതീശൻ, CS ശ്രീകുമാർ,
CPI ജയരാജ്, സുജിൻ M തുടങ്ങിയവർ സംസാരിച്ചു. നിയന്ത്രണം അക്കാര്യത്തിൽ ഒഴിവാക്കിക്കൊണ്ട് കമ്പനികൾക്ക് യഥേഷ്ടം വില എപ്പോൾ വേണേലും കൂട്ടാനുള്ള അവകാശം കൊടുക്കുന്ന ഒരു നടപടിയാണ് ഇന്ത്യ ഗവൺമെൻറ്, മൻമോഹൻ സിംഗ് ഗവൺമെൻറ് അക്കാര്യം സ്വീകരിച്ചിരിക്കുന്നത്. ഇത് പറയുമ്പോൾ നമുക്കറിയാം, ഇന്ത്യ ഗവൺമെൻറ്, UPA ഗവൺമെൻറ് ഓരോ നിമിഷം തോറും ചെല്ലുന്തോറും ജനവിരുദ്ധങ്ങളായിട്ടുള്ള ഒട്ടനവധി നടപടികളാണ് നമ്മുടെ രാജ്യത്ത് തുടരുന്നത്. ഇതിനെതിരായിട്ട് വമ്പിച്ച ജനകീയ പ്രക്ഷോഭങ്ങൾ അലയടിച്ചു വരികയാണ്. എന്തായാലും ഈ പ്രശ്നം CIQ അക്കാര്യത്തിൽ നോക്കി നിൽക്കുന്നില്ല. CIQവിൻ്റെ വളരെ പെട്ടെന്നുള്ള ആഹ്വാനപ്രകാരമാണ് സഖാക്കളെ ഇത്തരം ഒരു പ്രതിഷേധ പ്രകടനം നടത്തിയത്. കുഴിമണൽ ഖനനത്തിനെതിരെ CPIഎമ്മിന്റെ നേതൃത്വത്തിൽ പിറവത്ത് ബഹുജന മാർച്ച് സംഘടിപ്പിച്ചു. കളമ്പൂരിലെ കുഴിമണൽ ഖനനത്തിനെതിരെ CPIഎം പിറവം ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് ബഹുജന മാർച്ച് നടത്തി. CPIഎം ഏരിയ സെക്രട്ടറി AM ചാക്കോ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് സ്ഥലത്തെത്തിയ റവന്യൂ അധികൃതർ ഗുരുതരാവസ്ഥ മനസ്സിലാക്കിയിട്ടും നടപടിയെടുക്കാത്ത സാഹചര്യത്തിലാണ് പഞ്ചായത്ത് നിയമ നടപടി സ്വീകരിക്കണമെന്ന് CPIഎം ആവശ്യപ്പെടുന്നതെന്ന് AM ചാക്കോ പറഞ്ഞു. പഞ്ചായത്ത് പ്രശ്നത്തിൽ ഇടപെട്ട് നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് ഏരിയ സെക്രട്ടറി പറഞ്ഞു. യോഗത്തിൽ KN നാരായണൻ അധ്യക്ഷനായിരുന്നു. KP സലീം, CK പ്രകാശ്, MK ജയൻ, MK രാജൻ, അജേഷ് മനോഹർ എന്നിവർ സംസാരിച്ചു. കുഴിമണൽ എടുക്കുന്നതിന് വേണ്ടി സർക്കാർ അനുവാദം കൊടുക്കുമ്പോൾ ആ അനുവാദം കൊടുക്കുക എന്നുള്ളത് വെറും ഒരു രേഖ മാത്രമാക്കി കരുതി വെച്ച് ഒരു പ്രദേശത്ത് 10,000-കണക്കിന് ലോഡ് മണൽ കയറ്റിക്കൊണ്ടു പോകാൻ കഴിയുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുക. ഇതിന് കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെയും സഹായമുണ്ട്. കേരള ഗവൺമെൻറ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വിവിധ രൂപത്തിലുള്ള പരിപാടികളാണല്ലോ ആസൂത്രണം ചെയ്യുന്നത്. എയർ കേരള അതിനുവേണ്ടി ഒരു 5 കോടി രൂപ മുടക്കി കഴിഞ്ഞപ്പോഴാണ് കേന്ദ്ര ഗവൺമെൻറ് അനുവാദം കിട്ടില്ല എന്ന് അറിയുക. 5 കോടി രൂപ വെള്ളത്തിലായി. അടുത്തത് എമർജിംഗ് കേരള, അതിനും 5 കോടി മുടക്കി. അപ്പോഴാണ് അത് 5% ഭൂമി കച്ചവടം ചെയ്യാനുള്ള പരിപാടിയാണ് എന്ന ആക്ഷേപം വന്നു. അപ്പോൾ ഭൂമി കച്ചവടം ഞങ്ങൾ അങ്ങനെ ചെയ്യില്ല, അതിന് വേറൊരു പേര് ഇപ്പോൾ ഇട്ടു, കശുമാവ് കച്ചവടമാക്കി മാറ്റി, ഭൂമി കച്ചവടം നിർത്തി. വൈക്കം ചാലാപ്പറമ്പ് വിവേകാനന്ദ വിദ്യാമന്ദിറിലെ 12ാമത് ആനുവൽ ഡേ സെലിബ്രേഷൻസ് സമാപിച്ചു. പ്രശസ്ത സംഗീത സംവിധായകൻ ഹരികൃഷ്ണൻ B ഉദ്ഘാടനം നിർവഹിച്ചു. വിവേകാനന്ദ വിദ്യാമന്ദിർ പ്രസിഡന്റ് CR വിനോദ് കുമാർ അധ്യക്ഷനായിരുന്നു. ദൂരദർശനിലെ R ബാലകൃഷ്ണൻ മുഖ്യ പ്രഭാഷണം നടത്തി. വിവേകാനന്ദ വിദ്യാമന്ദിർ മാനേജർ മനോഹർ G പൈ, പ്രിൻസിപ്പൽ P ഉമാമഹേശ്വർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. വളരെ ശ്രേഷ്ഠമായൊരു സംസ്കാരം ഒരുപാട് തലമുറകളിലേക്ക് പകർന്നു കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അഖില ഭാരതീയ തലത്തിലുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞു കുറേ കാലം എന്നുള്ള വളരെ ചരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. വിനോദ്ജിനെ വിളിച്ചപ്പോഴും വിനോദ്ജി ഇത്രയും ദൂരം വരുമ്പോൾ ബുദ്ധിമുട്ടാകുമോ എന്ന് ഉച്ചയ്ക്ക് ഞാൻ വന്നിറങ്ങുമ്പോൾ ചോദിച്ചപ്പോഴും ഒക്കെ വിനോദ്ജിയോട് ഞാൻ പറഞ്ഞു, ഒരു ബുദ്ധിമുട്ടുമില്ല, യാത്ര ഒരു ബുദ്ധിമുട്ടേ അല്ല വിനോദ്ജി. സംഗമ സമതല ഭൂമി, സ്വർഗീയ സുന്ദര ഭൂമി, സ്വതന്ത്ര ഭാരത ഭൂമി, ഗംഗാ യമുന സംഗമ സമതല ഭൂമി, സ്വർഗീയ സുന്ദര ഭൂമി, സ്വതന്ത്ര ഭാരത ഭൂമി. കാരിക്കോട് റവറൻഡ് ഫാദർ ഗീവർഗീസ് മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പേൾ ജൂബിലി നിറവിൽ. ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി മന്ത്രി അനൂപ് ജേക്കബിന് സ്വീകരണവും പൂർവ്വ അധ്യാപക അനധ്യാപക സംഗമവും ആദരിക്കലും നടക്കുമെന്ന് വാർത്താസമ്മേളനത്തിൽ അധികൃതർ അറിയിച്ചു. ഈ വിദ്യാലയം ആരംഭിച്ചിട്ട് 2013 30 വർഷം തികയുകയാണ്. മന്ത്രി അനൂപ് ജേക്കബ് പേൾ ജൂബിലി ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. മാനേജർ വെരി റവറൻഡ് ജോർജ് C ചാലപ്പുറം കോർപ്പിസ്കോപ്പ മുഖ്യപ്രഭാഷണം നടത്തും. മോൻസ് ജോസഫ് MLA അധ്യക്ഷനായിരിക്കും. തുടർന്ന് ഗുരുവന്ദനം നടക്കും. വാർത്താസമ്മേളനത്തിൽ മാനേജർ വെരി റവറൻഡ് ജോർജ് C ചാലപ്പുറം കോർപ്പിസ്കോപ്പ, PTA പ്രസിഡന്റ് KC ജെയിംസ്, പ്രിൻസിപ്പൽ സാജി C ജോർജ്,
അധ്യാപകരായ ജസ്ഫർട്ട്, രാജേഷ് എന്നിവർ പങ്കെടുത്തു. ഫാദർ ഗിയോറിസ് മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗം 1983 ജൂണിലാണ് ആരംഭം. അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ശ്രീമാൻ പരേതനായ TN ജേക്കബാണ് സ്കൂൾ അനുവദിച്ചത്. അതിന് പ്രത്യേകത ഉണ്ടായിരുന്നത് എല്ലാ സ്കൂളുകളിലും ഒരു സ്റ്റാൻഡേർഡാണ് ആദ്യം അനുവദിക്കുക. ഇവിടുത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഈ കമ്പനിയൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് കുട്ടികളുടെ എണ്ണം കൂടുതൽ വന്നുകൊണ്ട് 8-9 ഒരേ വർഷം തന്നെ തുടങ്ങാൻ അനുവാദം തന്നു. സ്വാമി വിവേകാനന്ദന്റെ 150ാമത് ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി കാരിക്കോട് ശ്രീ സരസ്വതി വിദ്യാമന്ദിർ സീനിയർ സെക്കൻഡറി സ്കൂളിൽ കവിയരങ്ങ് നടന്നു. കവിയരങ്ങ് പരിപാടിയിൽ ഏറ്റുമാനൂർ കാവ്യകേളി സാഹിത്യ സംഘടനയിലെ 15 കവികൾ പങ്കെടുത്തു. കടുത്തുരുത്തി ഗവൺമെൻറ് പോളിടെക്നിക് പ്രൊഫസർ കേരളവർമ്മ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രിൻസിപ്പൽ P. വേണുഗോപാൽ അധ്യക്ഷനായിരുന്നു. KM സുധാകരൻ, P. അനിത എന്നിവർ സംസാരിച്ചു. ഞാൻ വേണം ബോസിനിപ്പോൾ ടിക്കറ്റ് പെട്ടെന്നൊക്കെയാക്കുവാൻ കഴിയില്ല. പോരെങ്കിൽ ഡോളറിൻ മൂല്യം ഒരുപാട് ഉയർന്നല്ലോ. IT യുഗമല്ലേ, കാര്യങ്ങൾ ലൈവായി കാണാം. പിന്നെന്തിന് കാശും സമയവും കളയണം. ക്ഷേത്രങ്ങൾ ഭക്തന് വേണ്ടിയുള്ളതാണെന്നും ഒരിക്കലും അത് ദൈവത്തിൻ്റെ വളർച്ചയ്ക്കുള്ളതല്ലെന്നും ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് KP ശശികല ടീച്ചർ. അനന്തമായ ചൈതന്യത്തെ അറിയുകയും അനുഭവിക്കുകയും ചെയ്ത് ഐശ്വര്യപൂർണമായ ജീവിതം നയിക്കുവാനുള്ളതാണെന്നും അവർ കൂട്ടിച്ചേർത്തു. വല്യാറമ്പത്ത് കുപ്പേട്ടിക്കാവ് ദേവീക്ഷേത്രത്തിൽ നടത്തിയ പ്രഭാഷണത്തിലാണ് അവർ ഇക്കാര്യം പറഞ്ഞത്. നമ്മൾ ദേവന്മാരെയോ ദേവിയോ സംരക്ഷിക്കാൻ വേണ്ടിയല്ല ക്ഷേത്രം ഉണ്ടാക്കുന്നത്. അപ്പൊ പിന്നെ എന്തിനായിരിക്കും? ദേവിക്കും ദേവന്റെയും നമ്മുടെ സംരക്ഷണം വേണ്ട. നമ്മൾ കൊടുക്കണതൊന്നും ആവശ്യമില്ല. എല്ലാം നിമിഷമാത്ര നേരം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിവുള്ളവർ, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ മൊത്തം ദ്രവ്യത്തിന്റെയും അധിപന്മാർക്ക് നമ്മൾ എന്ത് കൊടുക്കാനാണ്? അപ്പൊ പിന്നെ എന്തിനാ ക്ഷേത്രങ്ങൾ? ക്ഷേത്രങ്ങൾ ഈശ്വരന് വേണ്ടിയുള്ളതല്ല, നമുക്ക് വേണ്ടിയുള്ളതാണ്. ക്ഷേത്രം ഭക്തന് വേണ്ടിയുള്ളതാണ്. ആ ഭക്തന് ആ അനന്തമായ ചൈതന്യത്തെ അറിയാനും അനുഭവിക്കാനും അതിനെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഐശ്വര്യപൂർണമായൊരു ജീവിതം നടത്താനും. വെട്ടിക്കാട്ടുമുക്ക് മിഠായിക്കുന്നം പുണ്ടരീകപുരം പാടത്ത് കാവിലമ്മയ്ക്ക് പൊങ്കാല. നാളെ രാവിലെ 9-ന് താന്ത്രിക കുലപതി ബ്രഹ്മശ്രീ ചന്ദ്രശേഖരൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപ പ്രകാശനം നിർവഹിക്കാം. കഴിഞ്ഞ 4 വർഷമായി പാടത്ത് കാവിലമ്മയ്ക്ക് ആയിരങ്ങളാണ് പൊങ്കാല സമർപ്പിക്കുന്നത്. നാളെ നടക്കുന്ന പൊങ്കാലയ്ക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായി. ദേവിയുടെ തിരുനടയിൽ ദേവി ഭക്തർ ദേവീനാമം ഉരുവിട്ട് പൊങ്കാലയെ വരവേൽക്കുന്നു. പാടത്തുകാവ് ദേവീക്ഷേത്രത്തിലെ പൊങ്കാല ഈ വർഷവും നാളെ നടത്തുവാനായിട്ട് ഭഗവതി തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും തന്നെ പൂർത്തിയായിരിക്കുകയാണ്. പൊങ്കാല മഹോത്സവത്തിന് തുടക്കം കുറിക്കുകയാണ്. കഴിഞ്ഞ 4 വർഷക്കാലമായി ക്ഷേത്ര ഉപദേശ സമിതിയുടെയും മാതൃസമിതിയുടെയും നേതൃത്വത്തിൽ നടത്തിവരുന്ന പൊങ്കാല മഹോത്സവം ഈ പ്രദേശത്തിൻ്റെ ആകമാനമുള്ള ചൈതന്യവത്തായ ഒരു മഹോത്സവമായി മാറിക്കഴിഞ്ഞു. പൊങ്കാല ഒരുക്കങ്ങളെല്ലാം ഇന്ന് ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. വൈക്കം വല്യാറമ്പത്ത് കുപ്പേട്ടിക്കാവ് ക്ഷേത്രത്തിലെ വലിയ തീയാട്ട് ഭക്തർക്ക് ദർശന പുണ്യമായി. ക്ഷേത്രത്തിലെ തിരുവോത്സവത്തിൻ്റെ 4ാം ദിവസമാണ് തീയാട്ട് നടന്നത്. കുപ്പേട്ടിക്കാവ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണ് വലിയ തീയാട്ട്. കേരളത്തിലെ അപൂർവം ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ മാത്രം നടന്നു വരുന്ന അനുഷ്ഠാനമാണ് വലിയ തീയാട്ട്. കുപ്പേട്ടിക്കാവ് ക്ഷേത്രത്തിലെ വടക്കേ വല്യമ്പലത്തിൽ ഭദ്രകാളിയുടെ കളം പഞ്ചവർണ്ണ പൊടികൾ കൊണ്ട് ധ്യാന ശ്ലോക പ്രകാരത്തിൽ രചിക്കുന്ന കളത്തിന് മുന്നിൽ കൊട്ടും പാട്ടും പൂജയുമായി തിരിയൊഴിച്ചിൽ നടത്തി. തുടർന്ന് ദേവിയുടെ രൂപം കെട്ടി ദേവീചരിതം ചടുലമായ ചുവടുവയ്പ്പുകളോടെ മുദ്ര കൈകളിലൂടെയും ദേവിക്ക് അഭിമുഖമായി ആടുന്ന ചടങ്ങാണ് വലിയ തീയാട്ട്. കൂടാതെ ദാരികവധം കഴിഞ്ഞെത്തുന്ന ഭദ്രകാളി പിതാവായ പരമശിവനോട് ദാരികവധം കഥ പറയുന്നു എന്നാണ് സങ്കല്പം. പ്രധാന വാർത്തകൾ വീണ്ടും. മലപ്പുറം സർവീസ് സഹകരണ ബാങ്ക് എരപ്പാങ്കുഴി ശാഖ പ്രവർത്തനം ആരംഭിച്ചു. ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് മൂവാറ്റുപുഴ ജില്ലാ അസോസിയേഷന്റെ ജില്ലാ റാലി മന്ത്രി അനൂപ് ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. കളമ്പൂരിലെ കുഴിമണൽ ഖനനത്തിനെതിരെ CPI
ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് ബഹുജന